നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപാകടാക്ഷം നമ്മളിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്കും നമ്മുടെ ഭവനത്തിലെ ഓരോ അംഗങ്ങളിലേക്കും, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും, നമ്മുടെ ഇനി വരുന്ന തലമുറകളിലേക്ക് പോലും വരണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എത്രത്തോളം ഭഗവാനെ നമ്മൾ ആഗ്രഹിക്കുന്നു അത്രത്തോളം ഭഗവാന്റെ കൃപാകടാക്ഷം നമ്മളിലേക്ക് എത്തണമെന്ന് തന്നെയാണ് നമ്മൾ ഓരോ ഭക്തരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഏവർക്കും ഒരുപാട് ഇഷ്ടത്തോടെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഓമനിക്കുന്ന ലാഘവത്തോടെ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെയാണ് മുതിർന്ന ചില അമ്മമാരൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നു വെച്ചാൽ അവരുടെ ഒരു ഉണ്ണിക്കണ്ണൻ എന്ന് വെച്ചാൽ അവരുടെ ഒരു കുഞ്ഞു ഓമനയായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഓരോ ആളുകളും ആരാധിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ, അവിടെ ഉണ്ണിക്കണ്ണനെ ദർശനം കിട്ടാൻ, അല്ലെങ്കിൽ മനസ്സിൽ ഓരോ ചില ആളുകളുണ്ട്, വയസ്സ് എന്ന പ്രായമായ അമ്മമാരൊക്കെ, അവർക്കെല്ലാം ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ എന്ന് പോലും പൂന്താനം പറഞ്ഞതുപോലെ ആ കവിതകളെ, ആ വരികൾ, ആ കാവ്യം എടുത്താൽ തന്നെ നമുക്കറിയാം ഭഗവാനെ എത്രത്തോളമാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരു കുഞ്ഞിനെ കാണുന്ന ലാഘവത്തോടെ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരു 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 ഇളം പൈതലിനെ പോലെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏവരുടെയും മനസ്സിൽ കളിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപാകടാക്ഷം നമ്മളിലേക്ക് വരണമെന്നും നമ്മളുടെ ഭവനത്തിലേക്ക് വരണമെന്നും നമ്മളേവരും ആഗ്രഹിക്കുമ്പോൾ, ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചില പ്രത്യേകമായ ചില അനുഭൂതികൾ നമുക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന ചില അനുഭൂതികൾ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ സാധാരണ മനുഷ്യരാണ്. ദൈവത്തെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. വലിയ ഋഷിവര്യന്മാർക്ക് മാത്രം, അതും ഘോരമായ തപസ് ചെയ്ത ഋഷിവര്യന്മാർക്ക് ദൈവങ്ങളെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് കഥകളിലൂടെ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു അനുഭൂതികളിലൂടെയാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്രത്യേക വാസനകൾ നമ്മളിലേക്ക് എത്തുമ്പോഴൊക്കെയാണ് നമുക്ക് ഭഗവാന്റെ ഒരു ശക്തി, അല്ലെങ്കിൽ ഒരു പ്രഭാവം നമ്മുടെ ചുറ്റും പ്രസരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളോട് ഉള്ള ആ ഒരു കൃപാകടാക്ഷം, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിനോടുള്ള ആ ഒരു നോട്ടം, അത് വരുന്നതിൻ്റെ ഭാഗമായി ഒരു സിമ്പിൾ എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ ചില നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ എന്ന് വേണം അതിന് പറയാൻ. ആ ലക്ഷണങ്ങൾ നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപാകടാക്ഷം നമ്മുടെ ഭവനത്തിലേക്ക് എത്തുന്നതിൻ്റെ, അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള 3-4 ലക്ഷണങ്ങൾ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപാകടാക്ഷം നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ 3-4 ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപാകടാക്ഷം നമ്മളിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും ഉണ്ടെങ്കിൽ, ഭവനത്തിലും പുരയിടത്തിലും എവിടെയെങ്കിലും നമ്മൾ കാണാൻ സാധിക്കും നമുക്ക് ഈശ്വരൻ കാക്ക എന്നറിയപ്പെടുന്ന ചെമ്പോത്ത്. പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈശ്വരൻ കാക്ക, ചെമ്പോത്ത്, അല്ലെങ്കിൽ ഉപ്പൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതിനെ എല്ലായ്പ്പോഴും അങ്ങനെ കാണാൻ പറ്റുന്നതല്ല. ഇതിനെ വലിയ റെയറായിട്ട് കാണാൻ പറ്റുന്നത് കൂടെ കാണും എങ്കിൽ പോലും ചില സമയങ്ങളിൽ അതൊരു ഭഗവാന്റെ ഒരു പ്രതിരൂപം, അല്ലെങ്കിൽ ഭഗവാന് ആ ഗൃഹത്തോടുള്ള ഒരു സ്നേഹം കാണിക്കാനായിട്ടായിരിക്കും ചില സമയങ്ങളിൽ ഇതിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കൈകൾ കൂപ്പി ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം ജപിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ടൊരു രൂപം നമുക്ക് ദർശനം തരാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ജീവികൾ മുഖേനയും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രതിഭാസങ്ങൾ കാണിച്ച് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ വാത്സല്യം നമ്മളിലൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഈ ഉപ്പൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ചെമ്പോത്ത്, ഈശ്വരൻ കാക്ക എന്നറിയപ്പെടുന്ന ഈ ചുവന്ന കണ്ണുകളോടുള്ള ഇവർക്കും അറിയാവുന്നതാണ്. ആ പക്ഷിയെ കാണുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളുക, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു കൃപാകടാക്ഷം നമ്മുടെ ഭവനത്തിലും നമ്മൾക്കും ഉള്ളതായിട്ടുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അത് എന്നുള്ളത്. അടുത്തത്, ചന്ദനത്തിൻ്റെ വാസന. അതായത് ചന്ദനം, നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ചന്ദനം. അല്ലാത്ത പക്ഷം വീടുകളിലും ചന്ദനത്തിൻ്റെ തടി, അല്ലെങ്കിൽ ചന്ദനം കൊണ്ട് വെക്കാറുണ്ട്. എങ്കിൽ പോലും ഒരു പക്ഷെ നമ്മൾ പോകാത്ത അവസരങ്ങളിൽ, നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന അവസരത്തിൽ നമുക്ക് ചുറ്റും ഒരു ഭസ്മത്തിൻ്റെ മണമൊക്കെ വരാറുണ്ട്. എനിക്ക് എപ്പോഴും സാധാരണ നമുക്ക് തോന്നാനുള്ള കാര്യമാണ് ഭസ്മത്തിൻ്റെ ഒരു വാസന. എന്തോ ഒരു അനുഭൂതി, നമ്മളെ ആരോ തഴുകുന്നതായിട്ട്, നമ്മളെ ആരോ എപ്പോഴും വാച്ച് ചെയ്യുന്നതായിട്ട് നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതി, ഒരു ആനന്ദ ലഹരി എന്നൊക്കെ പറയത്തില്ലേ, അതേ ഒരു അനുഭൂതി വാസന സമയത്തൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഇത് ചന്ദനത്തിൻ്റെ വാസന, അതായത് ചന്ദനം
ഇപ്പോഴുള്ള ചന്ദനമൊക്കെ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതിനൊരു വാസന കിട്ടില്ലെങ്കിലും നല്ല പ്യൂറായിട്ടുള്ള ചന്ദനമാണെങ്കിൽ അത്ര വാസനകൾ കിട്ടും. അത് റെയറായിട്ടാണ് നമുക്കിപ്പോൾ കിട്ടാൻ സാധ്യത. എങ്കിൽ പോലും നമുക്ക് ക്ഷേത്രത്തിൽ പോകാത്ത ഒരു സമയത്ത് നമുക്ക് എവിടെയോ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു ചന്ദനത്തിൻ്റെ ഗന്ധം നമ്മളെ തഴുകി ചെറിയൊരു ഇളം കാറ്റോടുകൂടി തഴുകി പോകുന്നതായിട്ട് ചിലപ്പോഴെങ്കിലും ചിലർക്ക് തോന്നിയിട്ടുണ്ടാകും. അത് ഉറപ്പ് തന്നെയാണ്. അത് ഓർത്തുകൊള്ളൂ, അത് ഭഗവാന്റെ ഒരു സാന്നിധ്യമാണ്. അദ്ദേഹം നമ്മളെ ഇപ്പോഴത്തെ പറയുമ്പം തന്നെ എനിക്ക് ആ ശരീരത്തൊരു നമുക്കൊരു പ്രത്യേക ഒരു വൈബ്രേഷൻ, ഒരു കോരിത്തരിപ്പ് നമുക്ക് ഭഗവാന്റെ ഒരു കൃപ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏവർക്കും അത് പ്രായമായ ചില അമ്മമാർക്ക് പ്രത്യേകമായി അതും ഫീൽ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഭഗവാന്റെ ഒരു സാന്നിധ്യം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ചന്ദനത്തിൻ്റെ വാസന. ഒരു ഇളം കാറ്റ് നമ്മളിലേക്ക് തഴുകി വരുമ്പോൾ ഒരു ചന്ദന വാസന, ഒരു ഇലക്കീറിനകത്ത് ചന്ദനവും പുഷ്പങ്ങളും ചേർന്നിരിക്കുന്നത് ചിന്തിച്ചാൽ തന്നെ അറിയാം. ആ ഒരു വാസന നമ്മളെ തഴുകി ഇങ്ങനെ പോകുന്നെങ്കിൽ ഓർത്തുകൊള്ളൂ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപാകടാക്ഷം നിങ്ങളിലേക്ക് എത്തി. അദ്ദേഹം ആ ഒരു കൃപ നിങ്ങളിലേക്ക് ചൊരിഞ്ഞത് തന്നെയാണ് അതിൻ്റെ തെളിവ്. അടുത്തതായി തനിയെ കാട് പോലെ തെച്ചിപ്പൂക്കൾ, നമ്മൾ ഒരു തെച്ചി കൊണ്ട് നട്ട്, ഒരു തെറ്റി എന്ന് പറയും, തെച്ചി എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു തൈ നമ്മൾ കൊണ്ട് എവിടുന്ന് ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടൊരു തൈ കൊണ്ടുവന്ന് നട്ട്, ചില ആളുകളുണ്ട് ഒന്നും നട്ടാലും കിളിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് തഴച്ചങ്ങ് വളർന്ന് പൂവെന്ന് വെച്ചാൽ ഡെയിലി പൂവില്ലാതില്ല, നല്ല അത് കണ്ട ഒരാൾ അതിശയപ്പെട്ടു പോകുന്ന തരത്തിലായിരിക്കും ചിലപ്പോൾ അതിൽ പുഷ്പം പിടിച്ചു നിൽക്കുന്നത്, തെറ്റിപ്പൂ അല്ലെങ്കിൽ തെച്ചിപ്പൂ പിടിച്ചു നിൽക്കുന്നത്. ഇത് ഒരാൾ കാണുമ്പോൾ ഒരു കമ്പ് തരണേ എന്ന് ചോദിക്കത്തക്ക രീതി അത്ഭുതാവഹമായ ഒരു രീതിയിലായിരിക്കും അതിൽ പുഷ്പം പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃപാവിലാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഭവനത്തിൽ അങ്ങനെ ആ തെറ്റിപ്പൂവിന് അല്ലെങ്കിൽ ആ തെച്ചിപ്പൂവിന് അത്രയും പൂക്കൾ വിടർത്തി സൗരഭം പടർത്തി പരത്തി അങ്ങനെ സൗരഭം മറ്റുള്ളവരിലേക്ക് പകർന്ന് അങ്ങനെ നിൽക്കാനായി സാധിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃപാവിലാസം നിങ്ങളുടെ ഭവനത്തിൽ ഉള്ളത് കൊണ്ടാണ് ആ തെറ്റിപ്പൂവിന് അല്ലെങ്കിൽ ആ തെച്ചിപ്പൂവിന് അത്രയും കണ്ണുകൾക്ക് ശോഭ പകരുന്ന രീതിയിൽ അത്രയും വർണ്ണാഭമായി അവിടെ നിറഞ്ഞു നിൽക്കാനായി സാധിക്കുന്നത്. അപ്പോൾ ഇതും തെറ്റിപ്പൂക്കൾ അല്ലെങ്കിൽ തെച്ചിപ്പൂക്കൾ അത്ര കുലകുത്തി ചെടിക്ക് പോലും ഇല പോലും കാണാൻ പറ്റാത്ത രീതിയിൽ വളരുന്നുണ്ടെങ്കിൽ അത് ഊഹിച്ചുകൊള്ളൂ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃപാകടാക്ഷം നിങ്ങൾക്കും ആ ഭവനത്തിനും ഉണ്ടെന്ന് തന്നെയാണ്. അടുത്തത് ഇതുപോലെയാണ് തുളസി. ചില വീടുകളിൽ കിണറിന്റെ സമീപത്തായി തുളസി, അവിടെ വെള്ളം വീഴുന്ന ഏരിയ ആണ് അല്ലെങ്കിൽ വെള്ളം വീഴുന്ന സ്ഥലമാണ് എങ്കിൽ അതൊരു പോയിന്റായിട്ട് പറയാമെങ്കിൽ പോലും ചിലപ്പോൾ തുരുതുരാ തുളസി എന്ന് വെച്ചാൽ നല്ല കൃഷ്ണ തുളസി ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ സാധാ രാമ തുളസി ഉണ്ട്, ഇങ്ങനെ തുളസി പച്ചിലപ്പോട് നിൽക്കും. ചൂട് കാലത്ത് പോലും അത്ര പച്ചിലപ്പോട് നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളൂ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃപാകടാക്ഷം തന്നെയാണ് നിങ്ങളുടെ ഭവനത്തിൽ നോക്കിയിരിക്കുന്നത്. പിന്നെ എന്തിനു ഭയപ്പെടണം? ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മിഴി തുറന്ന് നിങ്ങളെ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തിന്റെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? ചില വിഷമങ്ങളും ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എങ്കിൽ പോലും ഇതുപോലുള്ള ഭഗവാന്റെ കൃപാ കടാക്ഷം നമുക്കുണ്ടെങ്കിൽ ഇന്നത്തെ ദുഃഖത്തെ നാളത്തെ സന്തോഷമാക്കാൻ അദ്ദേഹത്തിനാണോ താമസം? അദ്ദേഹത്തിനാണോ പ്രയാസം? അപ്പോൾ ഓർത്തുകൊള്ളൂ, വിഷമിക്കരുത്. ഒരു കാര്യങ്ങളും ഓർത്ത് വിഷമിക്കൂ, ഭഗവാനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വിഷമങ്ങൾ കാണാനും അദ്ദേഹമുണ്ട്. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ തള്ളി നീക്കുന്നവർ ഞാൻ എപ്പോഴത്തെ വീഡിയോയിലും പറയും. നമുക്ക് ഓരോ നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്. അത് ചില വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും ഇന്നത്തെ കാലമാണ്. ഒരുപാട് സയൻസിന്റെ കാര്യങ്ങൾ പറയുന്നവരല്ലേ, വേറെ ശാസ്ത്രങ്ങൾ പറഞ്ഞ് നമ്മളോട് പറയുന്നവരുണ്ട്. അത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കൂ, വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരിക്കൂ. നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. എങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില സിമ്പലുകൾ അത് ഭഗവാൻ തരുന്ന നമ്മൾക്ക് തരുന്ന സൂചനകളാണ്, ലക്ഷണങ്ങളാണ്. അതായത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, ഭയപ്പെടേണ്ട, മുന്നോട്ട് പോകൂ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഏവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല നല്ല സൂചനകൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഭഗവാന്റെ കൃപയുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. വിഷമങ്ങൾ മാറാനായിട്ടൊരു മരുന്നാണ് ഭഗവാന്റെ കൃപ. നിങ്ങളിലുണ്ടെന്നുള്ള ഏറ്റവും വലിയൊരു ഓർമ്മ മനസ്സിനകത്ത് ഉള്ളത് തന്നെ. സന്തോഷമായിരിക്കും. നമസ്കാരം.